ബസ്സിൽ പോയ കഥ പറയാനോ? ആ ഞാൻ ബസ്സിൽ പോയതോ? ഏത് ബസ്സിൽ? 1 മിനിറ്റ്. ഏത് ബസ്സിൽ പോയ കഥ മനസ്സിലായില്ല. അതിന് ഉത്തരം തന്നിട്ട് പോകും. ഓക്കെ, ഞാൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഒരു മിനിറ്റ്, ആരും പോവല്ലേ, അവനോട് ചോദിച്ചോട്ടെ. എടാ ഏത് ബസ്സിൽ പോയ കഥയാ? അല്ല, അവനെനിക്ക് മനസ്സിലായി. അവനോട് ചോദിക്കട്ടെ, ബാക്കി പറയാം, കേക്ക്. അവനോട് ചോദിക്കട്ടെ, നീ ആരാന്ന് എനിക്ക് മനസ്സിലായി കേട്ടാ. ബസ്സിൽ പോയ കഥ പറയാൻ പറഞ്ഞപ്പോഴേക്ക് നിന്റെ കത്തി, നീ ആരാന്ന്. ഓക്കെ, ഇത് ഇവിടെ വേവില്ല. വാട്സപ്പിൽ ഞാൻ നിന്നെ ബ്ലോക്ക് അടിച്ചു, ഇതും കൂടെ ഞാൻ നിന്നെ ബ്ലോക്ക് അടിക്കും കേട്ടാ. ആളെനിക്ക് മനസ്സിലായി. നീ ഇവിടെ കൂടുതൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിന്റെ വാട്സപ്പാണ് ഞാൻ ബ്ലോക്ക് അടിച്ചത്, ഇതും കൂടെ ഞാൻ ബ്ലോക്ക് അടിക്കും. നീ ആളാരാ? നിനക്ക് അവിടെ എഴുതി വിട്ടപ്പോഴേക്ക് ആ ബസ്സിൽ പോയ കഥ പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് ആളെ കത്തി, ആരാന്ന് കേട്ടാ. ആശുപ ചേച്ചി ആ DP ഒന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ ഞാൻ കമന്റ് എടുത്ത് പിടിച്ച് ബ്ലോക്ക് അടിച്ചോ. അവൻ ബസ്സിൽ വന്നിട്ടുണ്ട്, ഒന്ന് പോളൂ. അതായത് ഇവന്റെ കൂട്ടുകാരൻ കമന്റ് ഇട്ടില്ലേ, അവന്റെ കൂട്ടുകാരൻ ഡ്രൈവറാ, പെരുമ്പാവൂർ ബസ് സ്റ്റോപ്പിലെ എറണാകുളം ബസ്സിൽ, എറണാകുളം പാലാരിവട്ടം ബസ് ഓടിക്കുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ അങ്ങനെ പരിചയപ്പെട്ട ഇപ്പൊ എഴുതി വിട്ട ചെക്കനില്ലേ, അവന് കൂട്ടുകാരനും ഞാൻ തമ്മിൽ ചെറിയൊരു ഇഷ്ടത്തിലായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവന്റെ ബസ്സിലായിരുന്നു സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അവൻ ഡ്രൈവറായിരുന്നു. ആ കഥയാണ് അവൻ പറയാൻ പറയണത്. ആ കൂട്ടുകാരൻ ഇവനോട് പറഞ്ഞു കൊടുത്തേക്കണം എൻ്റെ കഥകൾ, ഞാൻ ബസ്സിൽ പോയ കഥകൾ. അതിനിപ്പോൾ എനിക്ക് പറയാൻ ഇത്ര ബുദ്ധിമുട്ട് എന്താ? അതുകൊണ്ട് പണ്ണാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ. നിനക്ക് ശരിക്കും എത്ര കാമുകന്മാർ ഉണ്ടായിരുന്നു? എനിക്ക് കാമുകനായിട്ട് ഒരാളെ ഉണ്ടായിരുന്നു, അത് പ്രശാന്തേട്ടൻ തന്നെയായിരുന്നു. ഓക്കെ, അല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല, വേറെ ആരുമില്ല.